പതിവ് പോലെ തന്നെ ഞാനിതാക്കുന്ന നേരത്തെ കാലത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ പതിവ് പോലെ തന്നെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഓടിക്കൂടി അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത്. നേരം 6:30 വരെ മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പണി. അപ്പം ഇപ്പോഴാണോ നീച്ച് വരുന്നത് നിങ്ങൾ ചോദിക്കേണ്ട കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കും ഒക്കെ അറിയാം. നമ്മൾ നേരത്തെ കാലത്ത് നീച്ചാണ്ട് നടന്നും കാര്യങ്ങളും വ്യായാമവും കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 6:30 മണി മുതലാണ് നമുക്ക് പണി തുടങ്ങണത്. നമ്മൾ യുദ്ധക്കളം ഒരുങ്ങണമെങ്കിൽ 6:30 മണിയാകണം കേട്ടോ. അപ്പോഴാണ് ഞാൻ തന്നെ ഒന്ന് പ്രൊഡക്റ്റീവായി നമ്മൾ അടുക്കളയിൽ കണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങോട്ട് തുടങ്ങാല്ലേ. തുടക്കത്തിൽ തന്നെ വേഗം ചോറിനൊക്കെ വെള്ളം വെച്ച് അരി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നാൽ പിന്നെ ഒന്ന് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങോട്ട് തുടങ്ങിയതാണ് ഞാൻ. അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ചു, അരിയൊക്കെ ഇട്ടു, പിന്നെ കോഴിനെ പോയി വിട്ടു. അതിന് രാവിലെ ഒരു പെരച്ചയ്ക്ക് മൂപ്പർക്ക് പോകാൻ വേണ്ടിയിട്ട് പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴം കഴിയുന്ന വരെ ഇനി പഴം പുഴുങ്ങിയതും ചായ കഴിക്കാനും. അപ്പോൾ ഹെൽത്തി ആണല്ലോ, ഹെൽത്തി കുട്ടനാണ് കേട്ടോ. അപ്പോൾ അതാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് ഞാനങ്ങോട്ട് ചായക്ക് കടി സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. ഇന്ന് ചായക്ക് കടി എന്താണെന്ന് വെച്ചാൽ ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ ഇന്നലെ TV കണ്ടിരുന്നപ്പോൾ അതാ കൊത്തി നുറുക്കി വെച്ചതാണ് കേട്ടോ. നമ്മൾ ഇടിച്ചക്ക ഉണ്ടല്ലോ, ഇടിയൻ ചക്ക, അതാണ്. പിന്നെ മുതിര ഉണ്ട്, ഇതാണ് കുക്കറിൽ കുക്കിക്കാൻ വെച്ചിട്ടുണ്ട്. മുതിരയും ഇടിയൻ ചക്ക കൊണ്ട് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ച്. ചോറപ്പത്തിന് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കിഴങ്ങ് നമ്മളെ ചേമ്പുണ്ടല്ലോ, ചേമ്പും കിഴങ്ങ്, അതൊന്ന് പുഴുങ്ങിയെടുക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. പണികൾ ചെയ്യണ ഇടയിൽ ഇതാക്കി നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക, ഹൈപ്പും കൂടി അയക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കർ കൂക്കി റെഡി ആക്കിയിട്ടുണ്ട്. അടുപ്പിലാണെങ്കിൽ തീ നല്ലോണം കത്തുണ്ട്. എന്നാൽ പിന്നെ ഗ്യാസ് തുറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയെ ഞാൻ നമ്മളെ മുതിര ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇല്ലെങ്കിൽ വെന്ത് കിട്ടൂല കേട്ടോ. കുറേ നേരം വേണം മുതിര വെക്കാനായിട്ട്. മുതിര നല്ലതാണല്ലോ, മുതിര നല്ലതാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ മുതിരൊക്കെ വേവിച്ച് ഇതാണ് ആ ഒരു വെള്ളത്തോട് കൂടി ഈ ഒരു ചട്ടിയിലാണ് ഞാൻ വെക്കണത് കേട്ടോ, ഉപ്പേരി വെക്കണത്. പിന്നെ ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ച നമ്മളെ ഇടിച്ചക്ക ഉണ്ടല്ലോ അതും കൂടി ഇതിലിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇത്തിരി മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് കീറി വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മുളകും കാര്യങ്ങളും ഈ നേരത്ത് ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അങ്ങനെ അതും കൂടിയാണ് കഴിഞ്ഞു. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളകും പൊടിയോ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. ഉപ്പില്ലത് മുളകില്ലത് പുളിയൊക്കെ ആയിട്ട് തീരും. അതൊക്കെ സർവ്വസാധാരണമാണ്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ഇല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വെള്ളം തീരെ വെക്കണ്ടെന്നല്ല, 2-3 സ്പൂൺ വെള്ളം തന്നെ മതിയിട്ട്. അത് ആവിയിൽ കയറ്റി വേവിക്കുന്നതാണല്ലോ ഇടിച്ചക്കയൊക്കെ, നല്ല വേഗം വെന്ത് കിട്ടുമല്ലോ. പക്ഷെ എൻ്റെ ഇതാക്കണം ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ മാറ്റാനും മറന്നു. അങ്ങനെ ഈ ഓട്ടം ഓടുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ കാന്താരി മുളക് പറിക്കാനായിട്ട് ഓടുകയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളെ വർത്താനം അങ്ങനെയാണ്, ഷടപടേ പറയുമ്പോഴുണ്ടല്ലോ എപ്പോഴും നാവ് ഇങ്ങനെ കെട്ടിപ്പടഞ്ഞോണ്ടാവും. അപ്പോൾ അതൊക്കെ പോട്ടെ. ഞാൻ കാന്താരി കാന്താരി പറിക്കാനായിട്ട് അതാക്കണ റബ്ബറിൻ്റെ മൂലക്കൽ ഇതാക്കണ ഒരു കാന്താരി മരമുണ്ട്. ആ മരത്തിൻ്റെ അടുത്ത് കാണാൻ പോയത് നമ്മളെ പോത്തുകളവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ 8-10 കാന്താരി കിട്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകണം കേട്ടോ. തേങ്ങ തകണ അമ്മ കൊണ്ടുവന്നോണ്ട് അമ്മ നാളെ ദിവസം വന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അമ്മ രാത്രി 8 മണിക്ക് വന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ തിരിച്ചു പോയ വ്യക്തിയാണ്. പൊതുവേ അങ്ങനെയാണ് കേട്ടോ. ഹോട്ടലിന് തിരക്കല്ല ദിവസം ആകുമ്പം വിരുന്ന് വരുമ്പോൾ അങ്ങനെയാണ്. ആരും കാണുമൊന്നുമില്ല. ഒരു ചോറിന് കടന്നുറങ്ങാനാണ് 36 പേരല്ലേ. അപ്പോൾ അമ്മൻ്റെ കഥ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അമ്മ കൊടുന്ന കുറച്ച് നാളികേരമുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാണ്. കുറച്ച് മൂപ്പ് എത്താത്തതാണ്, സ്വയം കേട് വരുന്നുണ്ട്. 1-2 കേട് വന്നു കേട്ടോ, മൂപ്പ് എത്താത്തതായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ നല്ല തരിപ്പായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു നല്ലൊരു നാളികേരം പൊട്ടിച്ച് കൊണ്ടുവന്ന് ചിരവണ പണിയാണ്. ചിരവയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോള് കുളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് സ്കൂൾക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ തേങ്ങ ഇതാക്കണമെന്ന് ചതച്ചിടുന്നുണ്ട്. വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകമുണ്ട്, കാന്താരി ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്, നമ്മളെ തേങ്ങയും കൂടി ഉണ്ട്. പിന്നെ 2-3 കുരുമുളകിൻ്റെ ഒരു അരിയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഇട്ടാൽ നല്ല സമാധാനമായിക്കാരം, നല്ല രസമായിക്കാരം തിന്നാനായിട്ട്. ഇനി ഇതൊന്ന് ചതച്ച് കൊണ്ടിട്ട് കേട്ടോ. അരച്ചെന്ന് പറയാൻ വരികയായിരുന്നു, പക്ഷേ ഞാൻ ആ ഒരു പറഞ്ഞ പോലെ തന്നെ അത് അരഞ്ഞു പോയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അരഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. സംശയമല്ല. അപ്പോൾ ഇപ്പോഴും ഉണ്ട് ഇത്തിരി വെള്ളം കൂടി. ഇനി വെള്ളം ഒന്ന് വറ്റാനൊന്ന് ഇത്തിരി നേരം കൂടി കാത്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി തുറന്നിട്ട് വേവിക്കുക, അപ്പോഴാണ് നന്നാകുള്ളൂ.
അങ്ങനെ തുറന്ന് കെട്ട് വേവിച്ച് ഇത്തിരി വെള്ളമെങ്കിൽ ഇത്തിരി വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അരപ്പുണ്ടല്ലോ, അരപ്പണ് ചേർത്ത് കൊടുക്കുക. ചതക്കലാണ് സത്യത്തിൽ വേണ്ടത്, പക്ഷേ എൻ്റെ ഒന്നും അരഞ്ഞു പോയിട്ടുണ്ട്. അത് സാരല്ല, നമുക്ക് തന്നെയാണല്ലോ, പുറത്തത്തെ ആർക്കും നമ്മൾ കൊടുക്കണില്ല. ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെയാണ് തിന്നുന്നത്, ഞങ്ങൾ തന്നെയാണ് തിന്നണത്. അതുകൊണ്ട് ആരോടും കുറ്റം പരിഭവം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അരപ്പം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഇത്തിരിയും കൂടി ഒന്ന് വെള്ളം, ഇത്തിരിയല്ല ഒരു പൊടിക്ക് വെള്ളം ഉണ്ടായിരുന്നു, ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താലുണ്ടല്ലോ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി ഉപ്പേരിയാണ്, മുതിരയും ഇടിച്ചക്ക തോരനാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ വെള്ളമൊക്കെ കുറച്ചാണ്ട് പാകത്തിനാക്കി വെക്കണം കേട്ടോ, എൻ്റെ മാർക്കാകണ്ട. അപ്പോൾ ഇല്ലതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിലുണ്ടല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു പൂതി കുഞ്ഞാറ്റക്ക് ചോറ് കൊടുത്താലോ എന്നുള്ളത്. അപ്പോൾ അവളോട് ചോദിച്ചു ഇല വാട്ടി ചോറ് തരട്ടെ ചോദിച്ചപ്പോൾ ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവളോട് അറിയി വന്ന്. അങ്ങനെ ഓക്കില്ലേ ഇല വാട്ടുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വാട്ടി ഞാൻ വേഗം ചോറാക്കി എടുക്കട്ടെ. പണ്ടത്തെ ആ ഒരു ഇതുണ്ടല്ലോ, പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വികാരമാണല്ലോ അല്ലേ, അതൊരു മനസ്സിനൊരു സന്തോഷമാണ്, ഒരു കുളിർമയാണ്. അങ്ങനെ ഓക്ക് ഇലയൊക്കെ വാട്ടിയാണ്ട് ചോറാക്കി കൊടുക്കണം കേട്ടോ, കുറച്ച് ചോറേ ആക്കണുള്ളൂ. അപ്പം അങ്ങനെ ഓൾ പൊതുവേ ചോറിന് പാത്രം കൊണ്ടുപോകില്ല, ഭയങ്കര മടിയാവുമൊക്കെ ആ ചോറിന് പാത്രം കൊണ്ടാകാനായിട്ട്. ഇപ്പോഴൊക്കെ സ്കൂളിലൊക്കെ എന്തെല്ലാം കറികളുണ്ട്, മന്തി വരെ ഉണ്ട് ഇല്ലേ, കബ്സ, മന്തി, ചോറ്, എന്തോ തക്കാളി ചോറ്, എന്തൊക്കെയോ ഉണ്ട്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് എന്തൊക്കെയെന്ന്, കടലപ്പേരി, പരിപ്പ് കറി, കുറേ ഏറെ നമുക്ക് ചെറുപയറിൻ്റെ ആ ഒരു കൂട്ടാനീക്കാറുണ്ടാവും കേട്ടോ. പക്ഷെ അതൊക്കെ തൂമിച്ചിടുമ്പോൾ ഒരു മണമുണ്ട്, അത് സഹിക്കാൻ കഴിയൂല കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേന് ആ ഒരു മണങ്ങൾ എത്തുമ്പോൾ അടുത്ത നമ്പരാണ് 1 മണി ആയെങ്കിൽ ഒന്ന് ചോറുന്നാ വിട്ടെങ്കിൽ എന്നൊക്കെ എല്ലാവരും പ്രാർത്ഥനയിൽ വേണ്ടി നമ്മൾ നിന്നല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോറ് പോകുന്ന പാത്രം കൊണ്ടാകാൻ മടിയാണ്. അമ്മ അതിൽ ചോറും കൂട്ടാനുണ്ടായിട്ടാണ് കുട്ടികൾക്ക് പാത്രം കൊണ്ടാകാനായിട്ട് മടി. അപ്പം അങ്ങനെ അതൊക്കെ ഒരു കാലം അതന്നെ മതിയേന്നുമില്ല, അന്നൊക്കെ അതന്നെ ധാരാളമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടിയൊക്കെ ചോറ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി അറിയില്ലേ, ആ മാതിരി തന്നെയാണ് കേട്ടോ. അപ്പം ആ ചോറ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്ന കുട്ടികളാണെങ്കിൽ തച്ച ഒതുക്കി തന്നെ വേണ്ടി വരും, അതാണ് നല്ലത്. അപ്പം ഉണ്ണിമോക്കില്ല ചോറും കൂടി ആക്കട്ടെ കേട്ടോ. ഞാൻ പാത്രത്തിലാണ് ഓക്കാക്കുന്നത്. ഒരുപാട് ഉപ്പേരി ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ചോറിനെക്കാട്ടും ഉപ്പേരി ഇട്ടോളൂ, അതിന് നിറച്ച ആൾക്കാർ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ്. അങ്ങനെ സമയം 8 മണിയോട് അടുക്കുന്നുണ്ട്. ഓളെന്ന് പറഞ്ഞേക്കട്ടെ, ഉപ്പേരിയൊക്കെ ആയപ്പോൾ ഇതിന് 8 മണിയോട് അടുക്കുന്നുണ്ട്. അപ്പോൾ ഓള് പോകാൻ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഓള് മാത്രമല്ല കുഞ്ഞാറ്റ മുന്നിൽ ഓടിയിട്ടുണ്ട്, ബസ് പിടിക്കാനായിട്ട് മുന്നിൽ ഓടിയിട്ടുണ്ട്. അങ്ങനെ കോട്ടിടല്ല നേരമൊന്നുമില്ല, പോത്തിന് ചാറ്റയും കൊടുത്ത് 36 പോകട്ടെ, 2 കൂടി പോയിട്ടുണ്ട്. അങ്ങനെ പോത്ത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്, ഇവരൊക്കെ നോക്കി നിൽക്കുകയാണ്. കണ്ട 2 നീച്ച് നിന്ന് നോക്കുകയാണ്. ഇനിയിപ്പോൾ ഓലടുത്തേക്കാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ, ഓലടുത്ത് കേൾക്കാൻ. ഓൾക്ക് കാടി കൊടുക്കണം, ഓല കൊണ്ടുപോയി കെട്ടണം, പുഴയെ കൊണ്ടുപോയി കെട്ടണം, അങ്ങനെ എല്ലാവരും ചില്ലറ പണികളാണ് ഇനി എടുക്കാനുള്ളത്. പെട്ടെന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കിക്കണം നിർത്താൻ കണ്ടില്ലേ, തരാനായോ വല്ല കഞ്ഞിവെള്ളം മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നില്ല ആ ഒരു ചോദ്യത്തോടു കൂടി അവൻ തോന്നുന്നുണ്ട്, നോക്കി നിൽക്കുന്നുണ്ട്. വലിയത് പോത്തും ഉണ്ട്, കുഞ്ഞാണി ഉണ്ട് കേട്ടോ. ആ ചെറുതിനെ നമ്മൾ കുഞ്ഞാണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവലെ നോക്കിക്കൽ കാണുമ്പോൾ ഓലടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ പാവം തോന്നും കേട്ടോ. നമ്മൾ ഇതാക്കണ ഓലെ അറക്കാനാണല്ലോ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് ആലോചിക്കുമ്പം പാവം തോന്നലുണ്ട്. പിന്നെ ഇയാളാണ് കേട്ടോ നമ്മൾ ചെങ്ങൻകോഴി, കുറേ കോഴികൾ, ഒരു 8 കോഴികളോളം നമ്മളിത് ചത്തിട്ടുണ്ട്. എന്തോ സൂക്കേട് പനി കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. 8 കോഴികൾ ചത്തിൻ്റെത്. ഞകപ്പാടില്ലത് ഒരു 3 കോഴികളും കൂടി ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ ചത്തുപോയി. എന്തോ സൂക്കേടാണ്. ഏതായാലും മരുന്നൊക്കെ കൊടുത്തിട്ട് മാറ്റില്ലായിരുന്നു. അപ്പോൾ ഒന്ന് അങ്ങനെ ചത്ത് ഏതായാലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഏകദേശ പണികൾ അടുക്കളയത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല, ഇപ്പോഴൊന്നും തിരിഞ്ഞു നോക്കണില്ല. ആദ്യം ഒന്ന് മുറ്റടിച്ച് വാരട്ടെ കേട്ടോ. അപ്പോൾ മക്കൾക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൾക്കും തന്നെ മുറ്റടിച്ചാരാനൊന്നും സഹായിക്കാനൊന്നും നേരമില്ല. അപ്പം അങ്ങനെ ഞാനൊന്ന് മുറ്റടിച്ച് വാരിയിടട്ടെ. നേരെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല, വേഗം ചായ കുടിക്കണം, അതിൻ്റെ മുന്നേ കുളിച്ചിട്ടും വരണം. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തും കൂടി അടിച്ചു വരട്ടെ കേട്ടോ. നമ്മളെ വീട് എന്ന് പറയുന്നത് 2 വീടിനും വലിയ ദൂരമല്ല കേട്ടോ. നമുക്ക് സ്ഥലം കാര്യങ്ങളൊന്നും ഇല്ലാനും ഒന്ന് നീട്ടി വലിച്ച് അടിച്ചു വരാൻ വരെ നമുക്ക് സ്ഥലമല്ല. അപ്പുറത്തെ താത്താൻ്റെ തൊടുവിലെത്തും കേട്ടോ, ഒന്ന് നീട്ടി വലിച്ച് അടിച്ചു വരികയാൽ തന്നെ. പക്ഷെ ഇതന്നെ കിട്ടിയത് മഹാഭാഗ്യം എന്നാണ് പറയുന്നത്, മാഷാ അല്ലാ എന്നൊക്കെയാണ് പറയേണ്ടത്. കാരണം നമ്മളിതാക്കുന്നത് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു വീട് ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു കാലം. ആ കാലത്ത് ഇനി പോകണ്ട, ഇങ്ങോട്ട് ബാക്ക് തിരിഞ്ഞു നോക്കിയാൽ ഭയങ്കര നഷ്ടങ്ങളെ കണക്കേക്കാരും പറയാനുണ്ടാവുക. അപ്പോൾ അത് വേണ്ട. അപ്പം ഞാനിതാകണ് പോത്തിന് കാടി കൊടുത്തിട്ടുണ്ട്. ഇവലെ ഏട്ടൻ്റെ അഞ്ചൻ്റെ ഒരു സ്നേഹം കണ്ടാണ്ടല്ലോ ഭയങ്കരമാണ്. അപ്പം പാവങ്ങളാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇനിയിപ്പം മൂപ്പർക്ക് ചായ കൊണ്ട് കൊടുക്കാൻ പോകണം. ഇന്നിപ്പോൾ ഇത്ര നേരം ആയതല്ല, ഇനിയിപ്പോൾ ഞാൻ പുഴയ്ക്ക് പോകണില്ല എന്ന് ഞാൻ വിചാരിച്ചു. കണ്ണനെ കുത്തി നീപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ചേമ്പ് ചായക്കടി കൂട്ടിയിരിക്കണം ആരെങ്കിലും. ഞങ്ങളവിടെയൊക്കെ ഉണ്ടാക്കലുണ്ട് ചേമ്പ്, പൂള, ചക്കരക്കിഴങ്ങ് അങ്ങനെയൊക്കെ ചായക്കടി ഉണ്ടാക്കലുണ്ട്. വൈകുന്നേരം നല്ല അടിപൊളിയാണ്. കട്ടൻ ചായയും ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തിയും ഉഷാറാണ്, അടിപൊളിയാണ്. അപ്പം ഞാൻ കുറച്ച് തൊലി പൊളിച്ചിടട്ടെ എന്ന് വിചാരിച്ചു മൂപ്പർക്ക് കൊണ്ടുപോകാനായിട്ട്. ആദ്യം കുറച്ചൊക്കെ തൊലി പൊളിച്ച് വന്ന് മൂപ്പർക്ക് കുറേ തിന്നാനായിട്ട് ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വെച്ചത് തൊലി പൊളിച്ചത് ഇങ്ങനെ കുറേ നേരം നിൽക്കണ്ടേ, വേണ്ട ഇങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് വെച്ചടച്ചിട്ടുണ്ട്. മൂപ്പര് സൗകര്യം പോലെ തോലൊളിച്ച് തിന്നോളും. പിന്നെ ചമ്മന്തിയാണ് വെച്ച് കൊടുത്തിട്ട്, നല്ല കാന്താരി കിട്ടാത്തതുകൊണ്ട് പച്ചമുളകിൻ്റെ ചമ്മന്തിയാണുള്ളത്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചായയും വെള്ളമാണ് ആക്കിയത്. അതൊക്കെ ബാക്കിലാക്കിയാണ്ട് കണ്ണനെ പാക്കാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓനാണ് പോത്തിനെ കെട്ടാൻ പോണത്. എപ്പോഴും ഞാൻ തന്നെ കെട്ടി പോത്തിന് ഇന്നെ കണ്ട് മടുത്തിട്ടുണ്ടാവും, നിങ്ങളെ പോലെ തന്നെ. അപ്പം ഞാനിതാക്കണം ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി കുറച്ച് പണികളൊക്കെ കൂടി ഉണ്ട്, മാറാല തട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് തട്ടിയിരിക്കട്ടെ കേട്ടോ. പിന്നെ ഞാനൊന്ന് ചായ കുടിക്കാനും കൂടി ഉണ്ട്. കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ്, ചായ കൂടി ആ ഒരു ക്രമത്തിൽ നടക്കണമല്ലോ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ണന് 2 ചേമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചേമ്പ് തോലൊളിച്ച് തിന്നട്ടെ കേട്ടോ. നല്ല രസമല്ല ചമ്മന്തി, ഇങ്ങനെ ചേമ്പ് പുഴുങ്ങിയത് കേട്ടോ. വലിയ ചേമ്പാണ് പുഴുങ്ങിയെടുക്കുക. പിന്നെ നല്ല കട്ടൻ ചായയും കൂടി ആയാണ്ടല്ലോ വിശേഷമായി, സന്തോഷമായി. അങ്ങനെ ചേമ്പിൻ്റെ തൊലി പൊളിച്ചെടുക്കാനായിട്ട് നല്ല പാടുണ്ട് കേട്ടോ. നല്ല പാടല്ല, തിന്നാൻ അത്ര പാടില്ല, പക്ഷെ തൊലി പൊളിച്ചെടുക്കാനായിട്ട് നല്ല പാടുണ്ട്. എന്നിട്ട് തൊലി പൊളിച്ചെടുത്തിട്ട് ഈ ഒരു ചമ്മന്തിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അത് ഇതാക്കണ് ആണ്ട് മുക്കിയെടുത്താലുണ്ടല്ലോ, കടിച്ചിട്ട് തിന്നാലുണ്ടല്ലോ നല്ല എരിയൈക്കാരം, നല്ല രസമായിക്കാരം. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വലിയ ചേമ്പ് കിട്ടുമ്പോൾ ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് തിന്നു നോക്കിക്കൊണ്ടിട്ടോ. ഇതൊക്കെ ഒരു ഓർമ്മയാണ്, ഇതൊക്കെ ഒരു കാലമാണ്, മറക്കണ്ട. അപ്പോൾ ഇതൊക്കെ ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി കുട്ടൻ എന്ന് പറഞ്ഞായിരിക്കും. അങ്ങനെ പിന്നെ ഞാനൊരു കാക്കക്കുളി കുളിച്ചിട്ടോ. ഇവിടെ തന്നെയാണ് കുളിച്ചത്, അലക്കിയതൊന്നുമില്ല. അപ്പം അലക്കാനായിട്ട് ഭയങ്കര മടിയുണ്ട്. അപ്പോൾ ഇതിന് കണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഹനാൻ ഷാൻ്റെ വീഡിയോ കാണുന്നു കേട്ടോ. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് മൂപ്പര വീട് തൊട്ടടുത്തല്ല, എന്നാലും അവിടെയൊക്കെയാണ്. ഓലെ വീഡിയോ കാണുമായിരുന്നു. നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ നിലമ്പൂർ ഏരിയയിലെ നല്ലൊരു ഗായകനാണ് മൂപ്പരാൾ കേട്ടോ. അങ്ങനെ മീൻ പൊരിക്കട്ടെ. അടുക്കളയിൽ ഇത്തിരി കൂടി പണിയുണ്ടല്ലോ. നമുക്ക് കറി വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്കും തക്കാളിയാണ് കറി ഉള്ളത്. പിന്നെ മാന്തള പൊരിച്ചതും കൂടി ഉണ്ട്. കണ്ണട ഇട്ടിട്ടൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാനും കണ്ണടയായിട്ട് കുറേ കൊല്ലത്തിൻ്റെ ഒരു സ്നേഹബന്ധം ഉണ്ട് കേട്ടോ. ഞാനൊരു 5ൽ പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് കണ്ണട വെക്കണത്. പിന്നെ തുടർച്ചയായി വെച്ചെങ്കിൽ ഞാനൊരു കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ എടുത്ത് മാറ്റി വെച്ചിരുന്നു. പക്ഷേ മടി കാരണം കണ്ണട എപ്പോഴെങ്കിലുമൊക്കെ ഇടണ്ടേന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം വായിക്കാനും അതേപോലെ തന്നെ വായിക്കാനും അധികം വേണ്ട, പക്ഷേ ഫോണിൽ അധികം നോക്കാൻ കഴിയൂല കേട്ടോ കണ്ണട അല്ലാതെ. അപ്പോൾ അങ്ങനെ കണ്ണട എൻ്റെ ഒരു സന്തത സഹചാരിയായിട്ട് മാറിയിട്ടുണ്ട് കണ്ണട. അപ്പോൾ കണ്ണട വേണം, കണ്ണട ഇല്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ വെറുതെ നോക്കാനൊന്നും വേണ്ട, പക്ഷേ ഫോണിൽ നോക്കാൻ കണ്ണട നിർബന്ധമാണ് കേട്ടോ. പേപ്പർ വായിക്കാനൊന്നും വേണ്ട. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണം വരാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്തിരി നേരം കടന്നു, പക്ഷെ നല്ല ഉറക്കം വരലുണ്ടായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, നല്ല ഉറക്കം വരലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങിയാലോ എന്നുള്ളൊരു ഇതിൽ വന്നതായിരുന്നു. പക്ഷെ കുറച്ച് റീൽസൊക്കെ കണ്ട് വന്നപ്പോഴത്തേന് നേരം ഒരുപാടായി. ഒരു 1:30 മണിയായപ്പോഴത്തേന് ഞാനങ്ങോട്ട് ചോറാൻ പറ്റുന്നുണ്ട്. ആരെയപ്പം കാത്തിക്കണത്? ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ചുണ്ടാക്കി എനിക്കറിയില്ല ഇപ്പം ഇത് തിന്നാനായിട്ട്. അങ്ങനെ ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഒരു പാത്രം ചോറില്ല, പകുതി പാത്രം ഉള്ളായിരുന്നു. പിന്നെ കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, നല്ല മീൻ പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഉപ്പേരി വാരിക്കോരി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഉത്സവം പോലെയായിരുന്നു ആ ചോറിൽ ഉപ്പേരി. അപ്പോൾ അതൊക്കെ കൂട്ടി തിന്നപ്പോൾ നല്ല സന്തോഷമായി കേട്ടോ, മനസ്സിനൊരു സന്തോഷമായി. അപ്പോൾ ഉറക്കം ഈ കൂടെ പോയേ തന്നെ ഓർമ്മയില്ലായിരുന്നു കേട്ടോ, മാതിരിയെന്ന് തീറ്റ. പിന്നെ ടി വിയിൽ നമ്മൾ ഇതാക്കണം ഹൈദി വെച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചു ടി വിയിൽ. ഉച്ചക്കും ഉണ്ട്, അത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് ചോറ് തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ഉഷാറായി ഞാൻ. പിന്നെ ഇതാക്കണം ഒരു ടോപ്പ് അടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ജീൻസിനൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതൊന്ന് വെട്ടി കഷ്ണിച്ച് അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മുന്നിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ ആലിയ കട്ട് പോലെയാണ് അടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാങ്ങിയിരിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പണിയിലാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരത്തിന് ഞാൻ ഇതുമ്പോൾ തന്നെയാവും, പാട്ടൊക്കെ കേട്ട് നമ്മൾ ഈ ഒരു തുന്നൽ പണിയിൽ തന്നെയാവും. അപ്പോൾ അത്രത്തിനുള്ളൂ ആ ഒരു വീഡിയോ. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിലമ്പൂർ പാട്ടിന് പോയിട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. കൊല്ലം പോണതല്ലേ, കുറേ കൊല്ലമായിട്ട് നമ്മൾ 35 വയസ്സായി. 35 വയസ്സിലും മുടങ്ങാതെ പോണത് എന്തിനാന്ന് ചോദിച്ചാൽ പാട്ടിന് തന്നെയാട്ടോ, നിലമ്പൂർ പാട്ടിന് തന്നെയാവും. അപ്പോൾ ഞങ്ങളെ ഒരു നിലമ്പൂരുകാരൊരു സ്വത്താണ്, മുത്താണ്. അതുകൊണ്ട്
എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കിത് ഈ പാട്ടങ്ങാടി ഒന്ന് കാണാനാണ് പൂതിട്ടോ. എയിലും ഞാൻ കയറൊന്നുമില്ല, മരണക്കിണറുണ്ട്, തോണിയുണ്ട്, അങ്ങനെ അല്ലറ ചില്ല എല്ലാ പരിപാടികളും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ അങ്ങാടി കൂടെ ഒന്ന് നടന്നാലൊരു സമാധാനമാകലാണ് കേട്ടോ. അങ്ങനെ പാട്ടും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കുറേ നേരം അവിടെ നിന്ന് പിന്നെ എന്തൊക്കെയോ വാങ്ങി തിന്ന്, എന്തൊക്കെയോ വാങ്ങി കയ്യിൽ പിടിച്ചു. അങ്ങനെ ഒരു രസമാണല്ലോ ഇങ്ങനെ പൂരം. നിങ്ങളെ നാട്ടുകൂടെയൊക്കെ പൂരം ഉണ്ടാകണമായിരിക്കട്ടെ ഞങ്ങളെ നാട്ടിൽ നിലമ്പൂർ പാട്ട്. അപ്പം അടുത്ത കൊല്ലം ഞങ്ങളെല്ലാവരും വന്നുകൊണ്ടിട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.